ഹായ് ഫ്രണ്ട്സ്, കണവ തോരന് ഇതുപോലെ കണവ ചെറിയ പീസായിട്ട് അരിഞ്ഞ് കഴുകി വയ്ക്കുക. അതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ചെടുക്കാം. ഇതുപോലെ ചതച്ചെടുത്തിട്ട് ആ കണവയിലേക്ക് ഇതും അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കണം. അതിലേക്ക് 2 വലിയ സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത്, ഞാൻ 1/2 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഈ വലിപ്പത്തിൽ പുളി, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കറി മസാല, 1 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 2-3 ചെറിയ പീസ് ഉള്ളിയും കൂടെ ചേർത്ത് ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് കടുക് താളിച്ച് അതിലേക്ക് ആ ഉള്ളി സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ചുവക്കണ്ട. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന കണവയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റും കൂടി അടുപ്പത്ത് വെച്ച് ചെറുതീയിലൊന്ന് ഉണ്ടാവും. നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, എല്ലാം മിക്സ് ആയിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കാം, ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കുറച്ച് മല്ലിയില നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൻ്റെ പുറത്തുനിന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചൂടെല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.